ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ 11.38 ബില്യൺ ഡോളറിന്റെ ഒരു കരാർ റഷ്യ ബംഗ്ലാദേശുമായിട്ട് ഒപ്പുവെക്കുകയാണ്. ഈ CJP പ്രൊട്ടസ്റ്റിന്റെ ഇടയിലും യുദ്ധത്തിന്റെ ഇടയിലും നമ്മൾ അറിയാതെ പോയൊരു വാർത്തയാണിത്. പക്ഷേ ഈ വാർത്തയ്ക്ക് ഗംഭീര പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രത്യേകത. 11.38 ബില്യൺ ഡോളറിന്റെ ഒരു പവർ പ്ലാന്റ് ആണ് ഈ കരാറാണ് ഈ റഷ്യ കൊണ്ടുവരുന്നത്. ഈ കരാർ ആരുമായിട്ടാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ കരാറ് നമ്മളുടെ നിലവിലത്തെ നമ്മളുമായിട്ട് നല്ല ടേംസിലല്ലാത്ത ബംഗ്ലാദേശുമായിട്ടാണ് ഈ കരാർ റഷ്യ കൊണ്ടുവരുന്നത്. ഇതൊരു പവർ പ്ലാന്റിന്റെ കരാറാണ്. ഒരു ആണവ നിലയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാറ്. റുപ്പൂർ ആണവ നിലയത്തിന്റെ പവർ പ്ലാന്റിന്റെ കരാറാണിത് നിലവിൽ റഷ്യ കൊണ്ടുവരുന്നത് ബംഗ്ലാദേശുമായിട്ട്. പക്ഷെ ഈ കരാർ വന്നു കഴിഞ്ഞ ശേഷം നമുക്കറിയാം ഡോളറിന്റെ ഡീഡോളറൈസേഷൻ സ്വാഭാവികമായിട്ടും നടക്കുകയാണ്. അമേരിക്ക ഈ ലോകശക്തിയായിട്ട് നിലനിൽക്കുന്നത് അമേരിക്കയ്ക്ക് ആയുധങ്ങൾ ഉള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ അമേരിക്ക ഭയങ്കര സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ടല്ല, അല്ലെങ്കിൽ അവിടെ അമേരിക്കയുടെ ടെക് ഭീമന്മാർ അമേരിക്കയിൽ ഉടലെടുത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ അവിടെ അമേരിക്കക്കാരന്റെ ബുദ്ധി കൊണ്ടുമല്ല അവൻ ഈ ലോകത്ത് പിടിച്ചു നിൽക്കുന്നത്. ഡോളർ, ആ ഡോളറിന്റെ അപ്രമാദിത്വം, അതാണ് അമേരിക്ക നിൽക്കുന്നത്. കാരണം ലോകരാജ്യങ്ങളെല്ലാം കച്ചവടത്തിനായിട്ട് ആശ്രയിക്കുന്നത് ഡോളറിനെയാണ്. സ്വാഭാവികമായിട്ടും ഡോളറിൽ കച്ചവടം ലോകരാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. ഇപ്പൊ ഇന്ത്യയും ചൈനയും കൂടെ കച്ചവടം ചെയ്താലും ഒരു സമയത്ത് ഡോളർ വേണം. ഇന്ത്യയും സൗദി അറേബ്യയും ചെയ്താലും വേണം, സൗദിയും UAEയും ചെയ്താലും വേണം. എല്ലാവർക്കും ഡോളർ ആവശ്യമാണ്. അതുകൊണ്ട് അമേരിക്കൻ ഡോളർ എല്ലാ രാജ്യങ്ങളുടെയും കയ്യിൽ വേണം. അപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്കൻ ഡോളർ എല്ലാ രാജ്യങ്ങളുടെ കയ്യിൽ വേണമെന്ന് ഡോളർ ഒരു ആഗോള കറൻസിയായി മാറി. എന്നാൽ 2014 ശേഷം നമ്മൾ ഡോളറിനെ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള മരണത്തിലേക്ക് തള്ളിവിടാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യയും റഷ്യയും ചൈനയും എല്ലാം ചേർന്ന് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അതിന് തുടക്കമിട്ടത് ഇന്ത്യയാണ്. റഷ്യ-യുക്രൈൻ യുദ്ധം അതിന്റെ ഒരു നിമിത്തമായെന്നേ ഉള്ളൂ. റഷ്യ-യുക്രൈൻ യുദ്ധം വന്നപ്പോഴാണ് നമ്മൾ റഷ്യയുടെ റൂബിളിൽ അവിടെ നിന്നും എണ്ണ വാങ്ങിക്കാനായിട്ട് തുടങ്ങിയത്. പിന്നാലെ ഇന്ത്യക്ക് പിറകെ ചൈന അണിനിരന്നു, സൗദി അണിനിരന്നു, അങ്ങനെ പല രാജ്യങ്ങളും അണിനിരന്നു. അപ്പം ഈ ഒരു യഥാർത്ഥത്തിൽ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധത്തിന്റെയും ബേസ്മെന്റ് എന്ന് പറയുന്നത് ഈ ഡോളറിന്റെ ഡീഡോളറൈസേഷൻ ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ട്രംപ് വെനിസ്വേലയിലേക്ക് കടന്നു കയറും. എന്നിട്ട് അപ്പൊ ട്രംപിന്റെ കയ്യിൽ കുറെ എണ്ണപ്പാടമായി. ആ എണ്ണപ്പാടങ്ങളിൽ ഇന്ത്യക്ക് ഷെയർ ഉണ്ട്. ഇനി ഇന്ത്യക്ക് അവിടെ നിന്ന് എണ്ണ മേടിക്കണമെങ്കിൽ ഡോളറിലെ മേടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നൈജീരിയയിൽ പോയി ട്രംപ് ബോംബിടും. കാരണം ഇന്ത്യക്ക് അവിടെ എണ്ണപ്പാടം വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. നൈജീരിയയിലെ എണ്ണപ്പാടങ്ങൾ അമേരിക്കയുടെ കയ്യിലായി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഡോളറിലെ എണ്ണ മേടിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ലോകരാജ്യം ഇപ്പൊ ഇറാനിൽ ട്രംപ് വരും. ഇറാനിൽ ട്രംപ് വന്ന് എന്തിനാണ് ഇറാനിൽ ട്രംപ് അടിക്കുന്നത് ആർക്കും അറിയില്ല. ഇറാനിൽ ചുമ്മാ ഇരുന്നപ്പോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിച്ചു, വലിയ കുഴപ്പത്തിലായെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഡോളറിന് മരണം സംഭവിക്കാതിരിക്കാനാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. പക്ഷേ ഇപ്പൊ ഈ റഷ്യയുടെ ഈ ബംഗ്ലാദേശുമായിട്ടുള്ള കരാർ ട്രംപിന്റെ കഴുത്തിലാണ് കത്തിവെച്ചിരിക്കുന്നത്. സംഭവം ഈ 11.38 ബില്യൺ ഡോളറിന്റെ ഈ പവർ പ്ലാന്റ് നമ്മൾ ബംഗ്ലാദേശിൽ പണിയുമ്പോൾ റഷ്യ ബംഗ്ലാദേശിൽ പണിയുമ്പോൾ റഷ്യ ബംഗ്ലാദേശിനോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ 11.38 ബില്യൺ ഡോളർ നിങ്ങൾ നമുക്ക് ഡോളറിൽ തരണ്ട, ഇന്ത്യൻ റുപ്പിയിൽ തന്നാണ് എന്നാണ് റഷ്യ ബംഗ്ലാദേശിനോട് പറഞ്ഞിരിക്കുന്നത്. ഇത് അമേരിക്കയെ മാത്രമല്ല ചൈനയെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ചൈന അങ്ങനെയാണെങ്കിൽ യുവാനിൽ തരാനായിട്ട് പറഞ്ഞുകൂടെ? പക്ഷെ ചൈനയെ വിശ്വസിക്കാൻ പറ്റില്ല. റഷ്യ ചൈന എങ്ങനെ വിശ്വസിക്കും? ഇന്ത്യ റഷ്യയുടെ അടുത്ത ചങ്കാണ്, അടുത്ത പാർട്ണറാണ്. അതിന്റെ ആവശ്യമില്ല, ഇതിൽ തന്നോളൂ. രൂപ ഇനി രാജാവാകാൻ പോകുന്നു ഈ ഒരു പ്രദേശത്താണ് കേട്ടോ. ഡീഡോളറൈസേഷൻ നടക്കുന്നുവെങ്കിലും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. റഷ്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഈ ഒരു കരാർ ഇന്ത്യൻ രൂപയിലായിരിക്കും. എനിക്ക് തോന്നുന്നു ചരിത്രപരമാണ് ഈ സാധനം. ഇതൊരു വലിയ വാർത്തയാണ്, പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. എന്താണ് ഇതിൽ ബിജുസേട്ടന്റെ ഒരു വിലയിരുത്തൽ? എന്തിനായിരിക്കും റഷ്യ അങ്ങനെ ബംഗ്ലാദേശുമായിട്ടുള്ള കരാറിന് ഇന്ത്യൻ രൂപ ആവശ്യപ്പെട്ടത്? റഷ്യയുടെ മനസ്സിൽ എന്താണ്, ഇന്ത്യയുടെ മനസ്സിൽ എന്താണ് നമ്മൾ ലക്ഷ്യം? പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഓർമ്മയിലേക്ക് കുറച്ചു നാൾക്ക് മുമ്പ് ഈ പ്ലാറ്റ്ഫോമിൽ ഒരു ചർച്ച നടക്കുമ്പോൾ നമ്മളൊരു വാർത്ത പറഞ്ഞിരുന്നു. ഒരു വലിയ വാർത്തയായിരുന്നു. ഇത്തരം വാർത്തകളൊന്നും നമ്മുടെ മലയാള മാധ്യമങ്ങൾ കൊടുക്കാറില്ലാത്തതുകൊണ്ടാണ് അത് കൊടുത്തത്. ഇന്ത്യ ബംഗ്ലാദേശിലെ SBIയുടെ ശാഖകൾ തുറന്നു. ബംഗ്ലാദേശി ബിസിനസ്സുകാർക്ക് ഇനി ഇന്ത്യൻ റുപ്പി മാത്രമേ ലോണായി നൽകൂ. ഇന്ത്യൻ റുപ്പീസിലായിരിക്കും ലോൺ നൽകുക. ബംഗ്ലാദേശിൽ നിന്നുള്ള പൗരന്മാർ കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ SBIക്ക്. ICICI ബാങ്കും അതിന് തൊട്ട് പിന്നാലെ കൊണ്ട് തുറന്നിരുന്നു. ഇവരെല്ലാം ഇന്ത്യൻ റുപ്പീസിൽ മാത്രമാണ് ലോൺ കൊടുക്കുക. മറ്റുള്ള കാര്യങ്ങൾ SBIക്കാണ് കൂടുതൽ ബ്രാഞ്ചുകൾ തുറന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസം മുമ്പ് നമ്മൾ ചെയ്ത വാർത്ത. ഇപ്പൊ കുറച്ചുകൂടെ തെളിഞ്ഞു വരുന്നുണ്ട് കാരണം എന്താണെന്ന്. അപ്പം നമ്മളൊക്കെ അന്ന് അതിശയിച്ചു, ഇതെന്ത് ഇവർക്ക് വട്ടാണോ? കാരണം ബംഗ്ലാദേശിൽ കൊണ്ടുവന്നിട്ട് SBI എന്തിനാണ്
ബ്രാഞ്ച് ഇടുന്ന കാര്യം, അതും ഇന്ത്യൻ റുപ്പീസിലൊക്കെ ആര് എടുക്കാനാണ്? ഇപ്പൊ ക്ലിയർ ആയില്ലേ കാര്യം? ഇപ്പൊ തൊട്ടു പിന്നാലെ റഷ്യ വന്നു. റഷ്യ വന്നിട്ട് അവരൊരു കരാർ വെച്ചിരിക്കുന്നു. കാരണം റഷ്യയുടെ ഈ ആണവ റിയാക്ടറുകളാണ് ലോകത്തിലെ ഏറ്റവും ചീപ്പായിട്ട്, അതായത് അമേരിക്കയും ഈ പണി തന്നെ ചെയ്യുന്നുണ്ട്, ആണവ റിയാക്ടറുകളും മറ്റും നിർമ്മിച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ചീപ്പായിട്ടുള്ളത് റഷ്യയാണ്. കാരണം അവർ ഈ മേഖലയിൽ വളരെ കാലം മുമ്പേ വളരെ മുന്നേറിയ ഒരു രാജ്യമാണ്. അപ്പം നമ്മളും അവരുടെ കയ്യിൽ നിന്നാണ് ആണവ റിയാക്ടറുകളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. അവരുടെ ഇതിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ സ്മോൾ ഈ ന്യൂക്ലിയർ പ്ലാന്റുകൾ നമ്മൾ സ്ഥാപിക്കാൻ ഇതാണ്. അത് ഏറ്റവും അഭികാമ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് ബംഗ്ലാദേശിനുള്ളത്, വലിയ ഊർജ്ജ പ്രതിസന്ധി. നമ്മുടെ അദാനി പവർ ഗ്രിഡ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഷട്ട് ഡൗൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവന്മാർക്ക് കറണ്ട് ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ. നമ്മുടെ അദാനിക്കൊക്കെ ഒരുപാട് പൈസ കൊടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പം അതൊക്കെ വെച്ച് ഊർജ്ജ പ്രതിസന്ധിയുടെ രാജ്യമാണ്. അപ്പൊ അവിടത്തേക്ക് അവർ നോക്കുമ്പോൾ റഷ്യ കുറച്ചുകൂടെ ഇതാണ്. അപ്പൊ അവര് റഷ്യ കൊണ്ടുവന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, ഇന്ത്യയുടെ സുഹൃത്തും കൂടെയാണ്. അപ്പോൾ റഷ്യയുമായ ഒരു ബന്ധം, ഇടയ്ക്ക് പാകിസ്ഥാൻ ഒരു പ്രണയം തോന്നിയായിരുന്നല്ലോ, ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താം, നമുക്ക് ഇച്ചിരി അടുക്കാം എന്നൊക്കെ പറഞ്ഞൊരു ശ്രമമൊക്കെ അതേപോലെ തന്നെ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് ഇതെല്ലാം ഒപ്പിട്ട് കഴിഞ്ഞപ്പോഴാണ് ബംഗ്ലാദേശിനോട് റഷ്യ പറയുന്നത്, നിങ്ങൾ യുവാനിലും ഞങ്ങൾക്ക് പണം തരണ്ട, ഡോളറിലും തരണ്ട, പകരം ഇന്ത്യൻ രൂപയിൽ മാത്രം തന്നാ മതി എന്ന് പറയുമ്പോൾ ഒരു രാജ്യം ധനുഷ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ചരിത്രത്തിലാദ്യമായി ഒരു രാജ്യം അവരുടെ ബിസിനസ്സിന് വേണ്ടി ഇന്ത്യൻ റുപ്പീസ് ഉപയോഗിക്കുകയാണ്. നമ്മൾ ഇന്ത്യൻ റുപ്പീസിൽ ഇപ്പൊ നമ്മൾ UAE-യുമായിട്ട് ഇന്ത്യൻ റുപ്പീസിൽ ട്രേഡ് നടത്തുന്നുണ്ട്, റഷ്യയുമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഏതാണ്ട് 13ഓളം രാജ്യങ്ങളിൽ നമ്മൾ നമ്മുടെ പണത്തിന് ചെയ്യുന്നു. അത് അവരുടെ പണവും നമ്മുടെ പണവും തമ്മിലുള്ള കച്ചവടമാണ്. ഞാൻ ധനുഷിന്റെ ഒരു സാധനം വാങ്ങുന്നു, ഞാൻ എന്റെ കയ്യിൽ ഇരിക്കുന്ന പണം തരുന്നു, എന്റെ രൂപ തരുന്നു, ധനുഷിന്റെ സാധനം തരുന്നു. അതുപോലെ ധനുഷ് എന്റെ ഒരു സാധനം മേടിക്കുന്നു, ധനുഷിന്റെ ഇരിക്കുന്നത് യുവാനായിരിക്കാം, ഇല്ലെങ്കിൽ റൂബിൾ ആയിരിക്കാം, അതെനിക്ക് തരുന്നു. അങ്ങനെയായിരുന്നു. നേരെ മറിച്ച് ധനുഷ് ഒരു കച്ചവടത്തിന് പോകുമ്പോഴത്തേനും സ്വാഭാവികമായും ധനുഷ് എന്തായിരിക്കും പറയുന്നത്? ധനുഷിന്റെ രാജ്യത്തിന്റെ പണമായിരിക്കും പറയുന്നത്, ഇല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഡോളർ ആയിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ യുവാൻ ആയിരിക്കും പറയുന്നത്. അതിന് പകരം ധനുഷ് പറയുകയാണ്, അല്ല, ബീച്ചേട്ടന്റെ കയ്യിരിക്കുന്ന രൂപയിൽ മതി എനിക്ക് നിങ്ങളുമായിട്ടുള്ള ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ചരിത്രത്തിന്റെ ഗതിമാറ്റമാണ്. അതായത് റഷ്യ കണക്കൊരു രാജ്യം അവരുടെ പവർ പ്ലാന്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപയുടെ കരുത്ത് മാത്രമല്ല, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ കരുത്താണ് കാണുന്നത്. രൂപയുടെ കരുത്തല്ല, രാജ്യത്തിന്റെ കരുത്താണ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഈ സെപ്റ്റംബർ മാസത്തോടു കൂടി ബ്രിക്സ് രാജ്യങ്ങളുടെ തലവന്മാരെല്ലാം തന്നെ ദില്ലിയിൽ എത്തുന്നുണ്ട്. അവിടെ ഒരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാൻ കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ജപ്പാൻ അടക്കം അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ രൂപയിലേക്ക് ഞങ്ങൾ ട്രേഡിംഗ് നടത്താൻ പോവുകയാണ്. ബ്രസീൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ചൈന പറഞ്ഞു കഴിഞ്ഞു, എല്ലാവരും പറഞ്ഞു. കാരണം നമുക്ക് നമ്മുടെ പൈസയിൽ ഇപ്പോൾ ഇന്ത്യ ചൈനയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ പൈസ നടത്താം, നമുക്കുള്ളതല്ലേ ചെയ്യാൻ കഴിയൂ. അതിനപ്പുറത്തേക്ക് നമുക്കിപ്പോൾ ഈ ഡോളറിനെ ആശ്രയിക്കാൻ പോകുന്നതുകൊണ്ടാണ് നമ്മുടെ രൂപയുടെ മൂല്യം ഇടിച്ചിടിച്ചിടിച്ച് താഴോട്ട് പോകുന്നത്. നേരെ മറിച്ച് ഡോളറിനെ നമ്മൾ അമിതമായി ആശ്രയിക്കുന്നില്ല. ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ട്രാൻസാക്ഷൻ മുഴുവൻ നമ്മൾ അവരവരുടെ പണത്തിൽ തന്നെ ആക്കി കഴിഞ്ഞാൽ കുഴപ്പം വരുന്നില്ലല്ലോ. ചൈന ഇതിനകത്ത് ബഹുദൂരം മുന്നിൽ പോയ ഒരു രാജ്യമാണ്. നമ്മളിപ്പോൾ ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം മാത്രമാണ് ഈ പരിപാടി തുടങ്ങുന്നത് തന്നെ. നമ്മളിപ്പോൾ 13 രാജ്യങ്ങളുമായിട്ടാണ്, 14 രാജ്യങ്ങളുമായിട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് അതിന്റെ. ചൈനയൊക്കെ അതിനേക്കാളൊക്കെ വളരെയധികം പോയിട്ടുണ്ട്. അതാണ് ഈ അമേരിക്ക ഭയക്കുന്ന ഒരു കാര്യം. അതായത് ചൈന വിചാരിച്ചാൽ ഈ ഡോളറൈസേഷന്റെ സ്പീഡ് ഒന്നുകൂടെ ആക്കം കൂട്ടാൻ പറ്റും. പക്ഷെ ചൈനയെ കൂട്ടത്തിലുള്ളവർക്ക് നമ്പാൻ പറ്റാത്തതുകൊണ്ടാണ്, തനിഷ് പറഞ്ഞാൽ കറക്റ്റ് വാക്ക് തന്നെയാണ്, നമ്പാൻ പറ്റാത്തതുകൊണ്ടാണ് ആരും ഇവന്മാരെ പോകുന്നത്. അതിന് പകരമാണ് നമ്മൾ ബക്കറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമാണ് ഈ ബ്രിക്സ് രാജ്യങ്ങൾ കൊണ്ടിരുന്നത്. എല്ലാവരുടെയും പണം അതിലുണ്ടാകും, ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെതല്ല, എല്ലാവരുടെയും കൂടി ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാം. ഇപ്പൊ ഇത് അതിനേക്കാൾ മേലെ, അതുക്കും മേലെ എന്നൊക്കെ നമ്മൾ പറയുന്നത് വലിയ വാർത്തയാണത്. അതിന് മേലെ ഒരു രാജ്യം അവരുടെ പ്രൊഡക്റ്റിന് വേണ്ടി, അവരുടെ ഉൽപ്പന്നത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ രൂപയിൽ മതി ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഇവിടെ മാത്രമല്ല ധനുഷ്, ഇപ്പോൾ ഈ കിഴക്കൻ ഏഷ്യയിലോ സെൻട്രൽ ഏഷ്യയിലോ ഒക്കെ മാത്രമല്ല ഇതൊരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ലോകത്തിന് നൽകുന്നത്. കാരണം ഇന്ത്യയുടെ നാളെ എല്ലാവരും ഈ ഡോളറിന് പകരം ഇന്ത്യൻ രൂപ ഉപയോഗിക്കുമെന്നല്ല നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ഇത് നെഹ്റു സ്വപ്നം പോലും കണ്ടു കാണുന്നത്. സാധാരണ കോൺഗ്രസ്സുകാർ അങ്ങാണല്ലോ പറയുന്നത്, ഇത് നെഹ്റുവിന്റെ സ്വപ്നമായിരുന്നു. പക്ഷെ നെഹ്റു സ്വപ്നത്തിൽ പോലും ചിന്തിച്ച് കാണത്തില്ല ഈ സാധനം. മൻമോഹൻ സിംഗ്, സാമ്പത്തിക വിദഗ്ധനായ അവർക്കൊന്നും ഭരിക്കാനല്ലായിരുന്നല്ലോ താല്പര്യം. ഈ നാടെങ്ങനെയും പണ്ടാരം അടങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കാനായിരുന്നു അവർക്ക് താല്പര്യം. പക്ഷേ ഏതായാലും വലിയ വാർത്ത. പക്ഷെ മലയാള മാധ്യമങ്ങൾ ഇത് നൽകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമ്മളെങ്കിലും അത് നൽകണം. കാരണം നമ്മളുടെ പ്രേക്ഷകർ എന്ന് പറയുന്നത് എപ്പോഴും ഈ രാഷ്ട്രത്തിന്റെ പുരോഗതി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്. കാരണം അത്തരം വാർത്തകൾക്ക് നമുക്ക് വലിയ അക്സെപ്റ്റൻസ് കിട്ടാറുണ്ട്. ഏതായാലും ഇതൊരു വലിയ വാർത്തയാണ്. ഇത് മാക്സിമം പ്രേക്ഷകർ കാണുക. കാണാത്തവർക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു നാഴികക്കല്ലായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയും.